ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് മെയിനായിട്ട് നല്ല കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കവർ ചെയ്തു. ഇനിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കുള്ളൊരു പ്രാക്ടീസ് സെക്ഷനാണെന്ന് തന്നെ വിചാരിക്കുക, ഒരു പ്രാക്ടീസ് പ്രോബ്ലം സെക്ഷനാണെന്നുള്ള രീതിയിൽ കാണാം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത് നോക്കുക. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ക്ലാസ് കാണുക, ക്ലാസ് കണ്ടതിന് ശേഷം ഒന്ന് നിർത്തിയിട്ടൊന്ന് ആലോചിച്ച് നോക്കുക, എന്നിട്ട് വീണ്ടും ഒറ്റയ്ക്ക് ട്രൈ ചെയ്യുക. ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, ഇഫ് 30% ഓഫ് എ നമ്പർ ഇസ് 300 ദെൻ 50% ഓഫ് നമ്പർ ഇസ് എന്നുള്ളതാണ്. ആക്ച്വലി ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഈ പേഴ്സൻറ്റേജിൻ്റെ കാര്യങ്ങളൊന്നും അറിയാത്തൊരാൾക്കും വേണമെങ്കിൽ പറയാൻ പറ്റും, ഉത്തരം പറയാൻ പറ്റും. ഓക്കെ, ഒന്നും വേണ്ട. ഇപ്പോൾ പേഴ്സൻറ്റേജിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു, അത് ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും കേട്ടോ, ഫോർമുലയൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതിലൊന്നും ആവശ്യമില്ലാതെ തന്നെ നോക്കി പറയാൻ പറ്റുന്നൊരു ചോദ്യമാണ്. അതായത് 30% 300 ആണെങ്കിൽ 50% എത്രയാണെന്നുള്ളത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. നോക്കി പറയാൻ പറ്റും. എന്താണ് 500 ഉത്തരം ഡി ആണ്. അപ്പോൾ അത് എങ്ങനെ കിട്ടിയത് നോക്കണം. 30% 300 50% എത്ര എന്നുള്ളത് ആ ഒരു പാറ്റേൺ തന്നെ കാണുന്നത്. 30% 300 അങ്ങനെയാണെങ്കിൽ 50% എന്തേ വരുള്ളൂ, 500. ഇതിപ്പോൾ ഞാനൊരു ലോജിക്ക് കാര്യങ്ങളൊക്കെ വെച്ചാൽ പറഞ്ഞത്. ഇനി കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് ആ ഒരു സംഭവം കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഫോർമുല ബേസ് ചെയ്യുന്നൊന്നും ഞാൻ പറയില്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യണം. ഇപ്പോൾ 30% എന്ന് പറഞ്ഞാൽ 300. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 50% എത്ര എന്നുള്ളത്. ഓക്കെ, ഈ 30 എങ്ങനെയാടാ 50 ആക്കുക? ആദ്യം എന്ത് ചെയ്യുക, ഒരു /3 ചെയ്തൂടെ. /3 ചെയ്തുകയാണെങ്കിൽ 10% എത്രയാണ് കിട്ടും. 10% എത്രയാണ്, അതായത് ഇവിടെ /3 ചെയ്തുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, /3 ചെയ്യാം. അതായത് 100 എന്ന് വരും. ഓക്കെ, ഇവിടെ /3 ചെയ്യുമ്പോൾ ഇവിടെ /3 ചെയ്യാം. ഇപ്പം കഴിഞ്ഞോ, ഇല്ല, നമുക്ക് 10 വേണ്ടി, അല്ല നമുക്ക് 50 വേണ്ടി. അപ്പം എന്ത് ചെയ്യുക, ×5 ചെയ്യാം. ×5 ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ 50% ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ×5 ചെയ്യുക. ×5 ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ എന്തായിട്ട് മാറും, ×5 ചെയ്യുമ്പോൾ ഇവിടെ 500 ആയിട്ട് മാറും. ഓക്കെ, അതായത് 50% 500. ഇങ്ങനെ വേണം ചെയ്യാം. 30% എങ്ങനെ 50ലേക്ക് എത്തിക്കാം. 30 ആദ്യം /3 ചെയ്യാം, പിന്നെ ×5 ചെയ്യാം. ആ ലോജിക്ക്. പിന്നെ ഇത് ഒരു ഫോർമുല ബേസ്ഡ് ആയിട്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 30% ഓഫ് എ നമ്പർ എന്നുള്ള ആ നമ്പർ എന്താണെന്ന് കൊടുക്കുക, എക്സ് ആണെന്ന് കൊടുക്കുക. അപ്പോൾ 30% ഓഫ് എക്സ് എന്താണ്, 300 ഈസ് 300. അത് പറഞ്ഞാൽ ഈക്വൽ ടു 300. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, എക്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ 30/100 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 300. ഓക്കെ, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു /100 അങ്ങോട്ട് പോകുമ്പോൾ ×100 ആവും. ആ 30 ഇൻറ്റു ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ആവും. 30 ഇതും ക്യാൻസൽ ചെയ്താൽ എന്ത് വരും, 10 എന്ന് വരും. 10 × 100 1000 എന്ന് വരും. അതായത് ആ നമ്പർ ഏതാണ്, ആ നമ്പർ എക്സ് എന്ന് പറഞ്ഞ നമ്പർ ഏതാണ്, 1000 ആണ്. ഒരു നമ്പർ 1000 ആണെങ്കിൽ അതിൻ്റെ 50% എന്നുള്ളതാണ് അതിൻ്റെ പകുതിയാണ്. 100ൻ്റെ പകുതി എത്രയാണ്, 500. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി, ഇതാണ് നല്ലത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് 25% ഓഫ് എക്സ് ഈക്വൽ ടു 30% ഓഫ് വൈ ദെൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് ഇഫ് വൈ ഈക്വൽ ടു 5000. എന്തൊക്കെയാണ് പറയുന്നത് അല്ലേ, ഒരു ബുദ്ധിമുട്ടില്ല, സിമ്പിളാണ്. എന്താണ് 25% ഓഫ് എക്സ് ഈക്വൽ ടു 30% ഓഫ് വൈ ആണെങ്കിൽ ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് ഇഫ് വൈ ഈസ് ഈക്വൽ ടു 5000 എന്നുള്ള വാല്യൂ. ഓക്കെ, അതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ എക്സിൻ്റെയും വൈൻ്റെയും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതൊന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 25% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 25/100 ഇൻറ്റു എക്സ് ആണ്. അതേപോലെ ഇവിടെ എന്താണ് 30% ഓഫ് എന്ന് പറയുമ്പോൾ 30/100 ഇൻറ്റു വൈ ആണ്. ഈ 100ഉം വെട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻറ്റു എന്നുള്ള അപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് വരും, ഡിവൈഡ് ആയിട്ട് വരും. 25/y ഇങ്ങനെ കിട്ടും. ഇനി 30/25 പറയുമ്പോൾ 30 എത്ര 5 ഉണ്ട്, 6 ടൈംസ്. 25 എത്ര 5 ഉണ്ട്, 5 ടൈംസ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് മനസ്സിലായി, എക്സ് ഈസ് ഈക്വൽ ടു 6/5 വൈ ആണെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായി. എന്താണ് ഇത് മനസ്സിലായി. ഓക്കെ, നമ്മൾ ചോദിക്കുന്നത് വൈൻ്റെ വാല്യൂ 5000 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്ന സമയത്ത് 6/5 ഇൻറ്റു 5000 കൊടുക്കുക. കാര്യം വൈൻ്റെ വാല്യൂ 5000 ആവുന്ന സമയത്ത് 5 1 ടൈംസ് ഇതിൽ എത്ര ടൈംസ് ഉണ്ടാവും, 1000 ടൈംസ്. അപ്പോൾ 6 × 1000 എന്താണ്, 6000. ഇത്ര എന്താണ് ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 30% ഓഫ് A% ഓഫ് B is 25% of B% of C. What
വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് സി എന്നാണ് ചോദിക്കുന്നത്. അതായത് 30% ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സാധനം എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. ഓക്കെ, ഈ സാധനം എന്ന് പറഞ്ഞാൽ ആ സാധനമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതി നോക്കാം. 30% ഓഫ് എ പെർസെൻറ്റേജ് ഓഫ് ബി ഈക്വൽ ടു എന്താണെന്നാണ് പറഞ്ഞത്? 25% ഓഫ് ബി പെർസെൻറ്റേജ് ഓഫ് സി. 30% ഓഫ് എന്ന് പറയുമ്പോൾ 30 ഡിവൈഡ് ബൈ 100 ഇൻറ്റു എ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എ ബൈ 100 ഇൻറ്റു ബി ഈക്വൽ ടു 25% ഓഫ് 25 ഡിവൈഡ് ബൈ 100 ഇൻറ്റു ബി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ബി ബൈ 100 ഇൻറ്റു സി. അപ്പോൾ ഇതാണ് നമുക്ക് അറിയുന്ന കാര്യം. പറയുന്ന കാര്യം വെച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ 100 വെട്ടിപ്പോയി, ഈ 100 വെട്ടിപ്പോയി. ഈക്വൽ ടു അപ്പുറം ഇപ്പുറം ആണെങ്കിൽ ഒരേ സൈഡിലുള്ള ആൾക്കാരാണ് തെറ്റാം. ഓക്കെ, ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. മുകളിലും നമ്മളിപ്പോൾ ഒരേ സൈഡിലാണെങ്കിൽ എന്ത് ചെയ്യും? മുകളിലും താഴെയുള്ളതാണ് വെട്ടുക. ഈക്വൽ ടു അപ്പുറം ഇപ്പുറം ആണെങ്കിൽ ഒരേ സൈഡിലുള്ളതാണ് വെട്ടുക. ഫുള്ള് വെട്ടലാണ്. പിന്നെ എന്ത് ചെയ്യാം? ഈ ബിയും അതും ഒരേ സൈഡിലാണല്ലോ, അതും വെട്ടാം. അത് ഒരേ സൈഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ അതായത് രണ്ട് മുകളിലാണ്, മറ്റേ രണ്ട് താഴത്താണ്. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടി. അപ്പോൾ ചുരുക്കി പറഞ്ഞപ്പോൾ എന്തുണ്ട്? 30A ഈക്വൽ ടു എന്തുണ്ട്? 25C ഉണ്ട്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സി എന്താണെന്നാണ് ചോദിക്കുന്നത്. അതായത് നമുക്ക് സി ആണ് വേണ്ടത്, നമുക്ക് ആവശ്യമുള്ളത് സി ആണ്. അപ്പോൾ ആവശ്യമില്ലാത്ത 25 ഒക്കെ എന്ത് ചെയ്യട്ടെ? പോട്ടെ. ഇപ്പോൾ 25 ഇൻറ്റു എന്ന് പറയുമ്പോൾ ആ 25 ഇൻറ്റു എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായിട്ട് വരും? ഡിവൈഡ് ആയിട്ട് വരും. 30 ഡിവൈഡ് ബൈ 25 എന്ന് വരും. അപ്പോൾ 30 ഡിവൈഡ് ബൈ 25 എന്ന് പറയുമ്പോൾ 30ൽ എത്ര നോക്കണം? 30ൽ എത്ര 5 ഉണ്ട്? 6 ടൈംസ്. 25ൽ എത്ര 5 ഉണ്ട്? 5 ടൈംസ്. അപ്പോൾ 6/5 എന്ന് കിട്ടും. 6/5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് 1.2 ആണ്. അപ്പോൾ സി സീഗിൽ എന്ന് കിട്ടി? 1.2A എന്ന് കിട്ടി. ഉത്തരം ഏതാണ്? ഡി ആണ്. അടുത്ത് 20% ഓഫ് എ നമ്പർ വെൻ സബ്ട്രാക്റ്റഡ് ഫ്രോം 108 ഗീവ്സ് ദി നമ്പർ ഇറ്റ് സെൽഫ്. ഫൈൻഡ് ദി നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 20% ഓഫ് എ നമ്പർ വെൻ സബ്ട്രാക്റ്റഡ് ഫ്രോം 108 എന്ന് പറയുന്ന സമയത്ത് 20% ഓഫ് എ നമ്പർ വെൻ സബ്ട്രാക്റ്റഡ്, അതായത് 108ൽ നിന്ന് ഒരു നമ്പറിൻ്റെ 20% കുറയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ തന്നെ കിട്ടുന്നുണ്ടെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതാണുള്ളത്? അപ്പോൾ തുടക്കത്തിലും അവസാനത്തിലും ഒക്കെ എന്താണുള്ളത്? നമ്പർ ഉണ്ട്. ആ നമ്പർ എന്താണെന്നാണ് ചോദിക്കുന്നതും ആ നമ്പർ എന്താണെന്നാണ് നമുക്ക് അറിയാത്തതും. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ മാക്സിൽ എന്താ കൊടുക്കൽ? എക്സ് എന്നുള്ള രീതിയിലാണ് കൊടുക്കുക. അപ്പോൾ ആ നമ്പർ എന്താണെന്ന് കൊടുത്തു? എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ 20% ഓഫ് എ നമ്പർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 20% ഓഫ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 20 ഡിവൈഡ് ബൈ 100 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ ഈ സീറോയും ക്യാൻസൽ ചെയ്തു പോകും അല്ലേ? അപ്പോൾ 2ൽ 2 1 ടൈംസ്, 10ൽ 2 എത്ര ഉണ്ടാവും? 5 ടൈംസ്. ചുരുക്കി പറഞ്ഞാൽ അവിടെ എന്താ ഉള്ളത്? x/5 മാത്രമാണ് അവിടെ ഉള്ളത്. 20% ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ x/5 ആണ്. മനസ്സിലാക്കുക. 20% ഓഫ് എ നമ്പർ വെൻ സബ്ട്രാക്റ്റഡ് ഫ്രം 108, അതായത് 108ൽ നിന്ന് 20% കുറയ്ക്കുന്നത്. എന്താണ്? 108ൽ നിന്ന് 20% കുറയ്ക്കുന്നത്. 20% ഓഫ് എ നമ്പറാണ് കുറയ്ക്കുന്നത്. അങ്ങനെ കുറച്ച സമയത്ത് നമുക്ക് എന്ത് കിട്ടി എന്നാണ് പറയുന്നത്? ഗീവ്സ് ദി നമ്പർ ഇറ്റ് സെൽഫ്. അങ്ങനെ കുറച്ചപ്പോൾ നമുക്ക് ആ നമ്പർ തന്നെ കിട്ടി. എടാ നോക്കടാ, നോക്ക്. ഈ 20% ഓഫ് എ നമ്പറിന് പകരം എനിക്ക് x/5 കൊടുത്തൂടെ? എടാ അതല്ല ഞാൻ കണ്ടുപിടിച്ചേ. ഇപ്പോൾ കുറച്ച് നേരം മുന്നേ കണ്ടുപിടിച്ചതല്ലേ? എന്താണ്? 108 മൈനസ് x/5 ആണ് എന്ത്? എക്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഒരു ഈക്വൽ ടു എക്സ് എന്നുള്ള രീതിയിൽ അങ്ങനെ എഴുതി. അങ്ങനെ ചോദിക്കുമ്പോൾ ആ മൈനസ് നമുക്ക് എന്താ വേണ്ടത്? എക്സ് ആണ് വേണ്ടത്. നമുക്ക് മനസ്സിലാക്കുക, നമുക്ക് എക്സിൻ്റെ വാല്യൂ ഉള്ള വേണ്ടത്. അപ്പോൾ എക്സിലുള്ള ആൾക്കാരൊക്കെ ഒരു സൊല്ലോട്ട് കൊണ്ടുവരിക, ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ -x/5 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? +x/5. അപ്പോൾ x പ്ലസ് x/5 ഈക്വൽ ടു 108. ഓക്കെ, എന്താ x പ്ലസ് x/5 എന്ന് പറഞ്ഞാൽ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. റേഷ്യോ പ്രൊപ്പോർഷനിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് കിട്ടും? 6x/5 എന്ന് കിട്ടും. അതായത് ചുരുക്കി പറഞ്ഞാൽ 6x/5 ഈക്വൽ ടു എന്ത് കിട്ടുന്നുണ്ട്? ഈ സാധനം ഈക്വൽ ടു ഈ സാധനമാണ്. അതായത് 6x/5 ഈക്വൽ ടു എന്താണ്? 108 ആണ്. വേറെ രീതി പറയുകയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു 108 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 5 ആവും. ഈ ഇൻറ്റു 6 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി വരും? ഡിവൈഡ് ബൈ 6 ആയിട്ട് വരും. ഓക്കെ, 108 ഡിവൈഡ് ബൈ 6 എന്ന് പറയുന്ന സമയത്ത് ഇവിടെ 6ൽ 6 ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇവിടെ 1 18 എന്ന് വരും. 18 ഇൻറ്റു 5 എന്തായിട്ട് വരും? 90 എന്ന് ആൻസറും കിട്ടും. ഇവിടെ നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. എ നമ്പർ ഈസ് മിസ്റ്റേക്കൺലി ഡിവൈഡഡ് ബൈ 2 ഇൻസ്റ്റെഡ് ഓഫ് ബീങ് മൾട്ടിപ്ലൈഡ് ബൈ 2. ഫൈൻഡ് ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദി റിസൾട്ട് ഡ്യൂ ടു ദി മിസ്റ്റേക്ക്. അതായത് ഒരു നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പർ
2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതിൻ്റെ പകരം നമ്മൾ എന്ത് ചെയ്തു? അതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മൾ അറിയാതെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു പോയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ച് എന്താണെന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ ഈ എക്സിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ എന്ത് ചെയ്താൽ മതി? ഒരു നമ്പർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഒരു നമ്പർ എന്താണെന്നുള്ളത് നമ്മളുണ്ട് വിചാരിക്കാം. ഞാൻ വിചാരിക്കുകയാണ് ഇപ്പോൾ 100 നമ്പർ എന്നുള്ളത്. ഓക്കെ, 100 നമ്പർ. ഞാൻ ഗസ് അടിച്ചു. അപ്പോൾ ആ നമ്പർ ഏതാണെന്നല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എത്രയാണ് പെർസെൻറ്റേജ് ചേഞ്ച് എന്നല്ലേ. അപ്പോൾ ആ നമ്പർ 100 വിചാരിച്ചു. അപ്പോൾ ആ നമ്പർ ശരിക്കും എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, അതായത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യായിരുന്നു ചെയ്യുന്നത്. അതായത് 200 കിട്ടേണ്ടിയിരുന്നത്. അതിന് പകരം എന്ത് ചെയ്തു? മിസ്റ്റേക്കലി ഡിവൈഡ് ബൈ 2. ഇതിനെന്ത് ചെയ്തു? ഡിവൈഡ് ബൈ 2 ചെയ്തു. ഡിവൈഡ് ബൈ 2 എന്ന് ചെയ്തു എന്ന് പറഞ്ഞാൽ 50 ആക്കിയിട്ടാണ് കിട്ടിപ്പോയത്. അതായത് ഇതായിരുന്നു കറക്റ്റ് സാധനം. ഇതാണെന്ത് ഇപ്പം കിട്ടിയത്. ഓക്കെ, പ്രസൻറ്റ് വാല്യൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു തെറ്റ് കാരണം അവിടെ ഉണ്ടാകുന്ന പേഴ്സൻറ്റേജ് ചേഞ്ച് എന്താണെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? അതായത് അതിന് പേഴ്സൻറ്റേജ് ചേഞ്ച്, അതായത് നോക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പേഴ്സൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മളെടുത്ത് എന്തുണ്ട്? ഫോർമുല ഉണ്ട് അല്ലേ? പേഴ്സൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മളെടുത്ത് ഫോർമുല ഉണ്ട്. പേഴ്സൻറ്റേജ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സല്യൂട്ട് ചേഞ്ച് ഡിവൈഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അബ്സല്യൂട്ട് ചേഞ്ച് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന അബ്സല്യൂട്ട് ചേഞ്ച് എത്രയാണ്? 200-ൽ നിന്ന് 50-ലോട്ട് പോകുക പറയുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന 250 തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 150 അല്ലേ? ഡിവൈഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എന്താ ഉണ്ടാവുക? ഒറിജിനലി ഇവിടെ എത്ര ആയിരുന്നു? 200 ഉണ്ടാവേണ്ടത്. ആ തെറ്റ് വന്നത് കാരണം എന്തായിട്ട് മാറി? 50 മാറി. ഓക്കെ, 50 മാറി. ഒറിജിനൽ ക്വാണ്ടിറ്റി എന്താണ്? 200. അപ്പോൾ ഇൻറ്റു 100. ഈ 0 ബൈ ഈ 0 ബൈ. ചുരുക്കി പറഞ്ഞാൽ 150 ഉണ്ട്. പിന്നെ ആരാളെ 2 ഉണ്ട് അല്ലേ? ഇവിടെ 15 × 10 150 ഡിവൈഡ് ബൈ 2, അതായത് 75%. അതായത് ഈ തെറ്റ് വരുത്തിയത് കാരണം അവിടെ എന്തുണ്ടായി? 25%, 75% ആണ് അവിടെ ഉണ്ടാകുന്ന പേഴ്സൻറ്റേജ് ചേഞ്ച്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് ഉത്തരം. അടുത്ത ദിവസം നോക്കണം. ഇൻ എ മിക്സ്ചർ ഓഫ് 100 liters ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ 25% ഓഫ് മിക്സ്ചർ ഈസ് മിൽക്ക്. ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡഡ് ടു ദി മിക്സ്ചർ സോ ദാറ്റ് മിൽക്ക് ബിക്കംസ് 20% ഓഫ് ദി മിക്സ്ചർ എന്നാണ് ചോദിക്കുന്നത്. അതായത് എന്തുണ്ടായിരുന്നു നോക്കണം. ഒരു പാലിൻ്റെയും വെള്ളത്തിൻ്റെയും ഒരു മിക്സ്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 100 ലിറ്ററാണ് ടോട്ടലായിട്ടുള്ളത്. 25% ഓഫ് ദി മിക്സ്ചർ എന്താണ്? മിൽക്കാണ്. അതായത് 100ൻ്റെ 25% എന്താണ്? മിൽക്കാണ്. വേറെ രീതി പറയുകയാണെങ്കിൽ 25% ഓഫ് 100 എന്ന് പറയുന്നത് 25 തന്നെയാണ്. അതായത് 25 ലിറ്ററാണ് എന്തുള്ളത്? മിൽക്കുള്ളത്. ഓക്കെ, 100 ലിറ്ററിൽ 25 ലിറ്ററേ മിൽക്കുള്ളൂ, ബാക്കിയൊക്കെ വാട്ടറാണ്. എന്താല്ലേ കഥ? 75 ലിറ്റർ എന്താണ്? വാട്ടറാണ്. ഇത് മിൽക്കാട്ടോ, ഇത് വാട്ടറാണ്. അപ്പോൾ ഇതാണ് കഥ. 25% ഓഫ് ദി മിക്സ്ചർ ഈസ് മിൽക്ക്. ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡഡ് ടു ദി മിക്സ്ചർ സോ ദാറ്റ് മിൽക്ക് ബിക്കംസ് 20% ഓഫ് ദി മിക്സ്ചർ എന്നാണ് പറഞ്ഞത്. അതായത് ഇതിലേക്ക് എത്ര വാട്ടറും കൂടി ആഡ് ചെയ്താലാണ് മിക്സ്ചർ ഓഫ് സോ ദാറ്റ് മിൽക്ക് ബിക്കംസ് 20% ഓഫ് ദി മിക്സ്ചർ. അതായത് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കാൻ പോകണം. വെള്ളം എത്രയോ ചേർക്കാൻ പോകണം. അങ്ങനെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഉദ്ദേശം എന്താണ്? ഇതിലുണ്ടാകുന്ന മിൽക്കിൻ്റെ പേഴ്സൻറ്റേജ് എന്തായിട്ട് മാറണം? 20% ആയിട്ട് മാറണം. അവിടെ നോക്കണം. ഞാൻ ഇതിലേക്ക് എത്ര ലിറ്ററാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണല്ലോ ചോദിച്ചത്. അപ്പോൾ എനിക്കറിയില്ല. ഞാൻ എന്ത് ചെയ്തു? ഒരു എക്സ് ലിറ്ററാണ് ആഡ് ചെയ്യുന്നതെന്ന് ഇരിക്കാം. വെള്ളം എക്സ് ലിറ്ററാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 75 + എക്സ് ലിറ്റർ എന്നാണ് എന്ത്? ഇപ്പം വെള്ളമുള്ളത്. എക്സ് ലിറ്റർ ആഡ് ചെയ്തു. അപ്പോൾ ആ എക്സിൻ്റെ വാല്യൂ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത്? എത്ര ലിറ്റർ വെള്ളമുണ്ട് എന്ന് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ എന്ത് വരും? മിൽക്കിൻ്റെ പേഴ്സൻറ്റേജ്, മിൽക്ക് എന്തിനാണ് 25 ലിറ്റർ ഉള്ളത്? 25 ലിറ്റർ തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, 25 ലിറ്റർ. ഓക്കെ, ഇവിടെ ഇതെന്താണ്? ഇത് വാട്ടറാണ്. ഇതെന്താണ്? ഇത് മിൽക്കാണ്. അപ്പോൾ അങ്ങനെ എത്രയോ വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് എന്താക്കി മാറ്റണം? പേഴ്സൻറ്റേജ് 20 ആക്കി മാറ്റണം. അവിടെ നോക്കണം. പേഴ്സൻറ്റേജ് ഓഫ് മിൽക്ക് എന്തായിട്ട് വരണം? 20 ആയിട്ട് മാറണം. അപ്പോൾ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാൻ നമ്മളടുത്ത് ഫോർമുല ഉണ്ട്. എന്താണ്? ഒബ്റ്റൈൻഡ് വാല്യൂ ഡിവൈഡ് ബൈ ടോട്ടൽ വാല്യൂ ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഒബ്റ്റൈൻഡ് വാല്യൂ എന്ന് പറയുന്ന സമയത്ത് തൽക്കാലം എന്ത് ചെയ്യുന്നത്? ഞാൻ ഒബ്റ്റൈൻഡ് വാല്യൂ പറയുമ്പോൾ ഇവിടെ എത്രയാണ് മിൽക്ക് ഉള്ളത്? അപ്പോൾ മിൽക്ക് എത്രയുള്ള 25 ആണ്.
ഡിവൈഡ് ബൈ ടോട്ടൽ. ടോട്ടൽ എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ ടോട്ടൽ ഇപ്പോൾ 100 അല്ല, ഇതിലേക്ക് ഇപ്പോൾ ഒരു എക്സും കൂടി വന്നു. അതായത് 100 പ്ലസ് എക്സ്, അല്ലെങ്കിൽ വേറെ രീതി പറയുകയാണെങ്കിൽ 25 പ്ലസ് 75 പ്ലസ് എക്സ്, 25 75 100 100 പ്ലസ് എക്സ് എന്നുള്ള രീതിയിൽ. അപ്പോൾ 100 പ്ലസ് എക്സ് ഒബ്റ്റൈൻഡ് വാല്യൂ ഡിവൈഡ് ബൈ ടോട്ടൽ വാല്യൂ ഇൻറ്റു 100 ഈക്വൽ ടു എന്താണ്? 20 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലുമൊക്കെ ആ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് ആകെയുള്ളൊരു ടാസ്ക്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കഴിഞ്ഞു. ഞാനത് തൽക്കാലം ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇവിടേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കണം, ഈ ഡിവൈഡഡ് ബൈ എന്നുള്ളത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരുന്ന സമയത്ത് എന്തായിട്ട് മാറും? ഇൻറ്റു എന്നായിട്ട് മാറും. അതായത് 25 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എന്താണ്? 20 ഇൻറ്റു 100 പ്ലസ് എക്സ് എന്നായിട്ട് മാറും. ആ ബ്രാക്കറ്റുള്ള ഒന്നായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് എടുക്കും. ഈ സീറോയും എന്ത് ചെയ്യും? ഈ സീറോ എന്തായിപ്പോയി? വെട്ടിപ്പോയി. ഇത് നോക്കുന്ന സമയത്ത് ഈ 2 ഇൻറ്റു എന്നാണ്. ആ ഇൻറ്റു എന്നുള്ളത് അപ്പുറത്തേക്ക് വരുന്ന സമയത്ത് എന്തായിട്ട് വരും? അത് ഡിവൈഡായിട്ട് വരും. ഓക്കെ, അത് ഡിവൈഡായിട്ട് വരും. അപ്പോൾ 10/2 എന്ന് പറയുമ്പോൾ അവിടെ എന്തായിട്ട് വരും? 5 എന്ന് വരും. ഇപ്പോൾ 25 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 125 എന്ന് വരും. 125 ഈക്വൽ ടു 100 പ്ലസ് എക്സ് ആണ്. ഈ പ്ലസ് 100 ഇങ്ങോട്ട് വരുന്ന സമയത്ത് 125 മൈനസ് 100 ഈക്വൽ ടു എക്സ്, അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 25. ഓക്കെ, അതായത് ആ വെള്ളത്തിലേക്ക് 25 ലിറ്റർ വെള്ളം കൂടി ചേർത്തുകയാണെങ്കിൽ എന്തായി വരും? മിൽക്കിൻ്റെ പെർസെൻറ്റേജ് 20% ആയിട്ട് മാറും. അടുത്ത ക്വസ്റ്റ്യൻ, എ ലാൻഡ് ഓണർ ഇൻക്രീസ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കുലർ പ്ലോട്ട് ബൈ 20% ആൻഡ് 30% റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദി കോസ്റ്റ് ഓഫ് ദി പ്ലോട്ട് അസ്യൂമിംഗ് ദി ലാൻഡ് പ്രൈസസ് ആർ യൂണിഫോം ത്രൂ ഔട്ട് ഈസ് പ്ലോട്ട് എന്നുള്ള രീതിയിലാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഒരു ലാൻഡ് ഓണർ ഉണ്ട്, അയാളുടെ എന്താണ് റെക്ടാങ്കുലർ ഒരു പ്ലോട്ട് ഉണ്ടാക്കി, ആ പ്ലോട്ടിൻ്റെ 20% 30% വെച്ച് കൂട്ടുകയാണ്. അതായത് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണുള്ള ഏരിയ. അപ്പോൾ അതിൽ ലെങ്ത്ത് 20% കൂട്ടി, ബ്രെഡ്ത്ത് എന്ത് ചെയ്തു? അത് 30% കൂട്ടി. ഫൈൻഡ് ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദി കോസ്റ്റ് ഓഫ് ദി പ്ലോട്ട് അസ്യൂമിംഗ് ദി ലാൻഡ് പ്രൈസസ് ആർ. അതായത് ഇങ്ങനെയൊക്കെ മാറ്റം വരുന്ന സമയത്ത് അയാളുടെ ആ കോസ്റ്റ് ഓഫ് ദി ലാൻഡ്, ആ കോസ്റ്റിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കോസ്റ്റ് എന്തിനെ അനുസരിച്ച് നിൽക്കും? അതായത് എത്ര ഏരിയ, സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട് എന്നുള്ളതിന് അനുസരിച്ച് നിൽക്കും. ഇപ്പോൾ ഏരിയ കൂടുകയാണെങ്കിൽ അതിന് കോസ്റ്റ് കൂടും, ഏരിയ കുറയുകയാണെങ്കിൽ കോസ്റ്റ് കുറയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏരിയയിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഏരിയയിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാൻ ഏരിയ ഈക്വൽ ടു L/P ആണ്. അപ്പോൾ L-ൽ 20% കൂടുന്നുണ്ട്, B-ൽ 30% കൂടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദി കോസ്റ്റ് ഓഫ് ദി പ്ലോട്ട് അസ്യൂമിംഗ് ലാൻഡ് പ്രൈസസ് ആൻഡ് യൂണിഫോം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ച് ആണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇനീഷ്യലി 100 ആക്കി എടുക്കുക. ഇതേതാണ്? PCG ആണ്. PCG രണ്ടാമത്തെ PCG ആണ്. രണ്ടാമത്തെ PCG എന്താണ്? PCG അപ്ലൈഡ് ടു പ്രൊഡക്റ്റ് ചേഞ്ച്. ഇവിടെ പ്രൊഡക്റ്റ് അല്ലേ, L-ൻ്റെയും B-ൻ്റെയും പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം 100 ആണ്. ആദ്യം എന്ത് ചെയ്തു? 20% കൂടി. 20% കൂടി എന്ന് പറയുമ്പോൾ പ്ലസ് 20 ആയിട്ട് മാറും, 120 ആയിട്ട് മാറും. അപ്പോൾ വീണ്ടും 30% കൂടി എന്ന് പറയുന്ന സമയത്ത് എന്തായിട്ട് വരും? 120ൻ്റെ 30%. 120ൻ്റെ 30% എന്ന് പറയുമ്പോൾ പ്ലസ് 36 ആണ്. അപ്പോൾ 120 36 186. അതായത് 100-ൽ നിന്ന് 186-ലോട്ട് എത്തി എന്ന് പറഞ്ഞാൽ 56% അവിടെ ഉണ്ടാകുന്ന ഇൻക്രീസ്. അപ്പോൾ എത്ര ശതമാനമാണ് അവിടെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദി കോസ്റ്റ് ഓഫ് പ്ലോട്ട്? എത്രയാണ്? 56%. ഓക്കെ, അടുത്ത ക്വസ്റ്റിനൊക്കെ ഇതേപോലത്തെ ഒരു ക്വസ്റ്റിനാണ്. ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ചെയ്യാൻ കാത്തിക്കണ്ട, ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം. പക്ഷെ ഒരു ഫോർമുല അറിയണം. അറിയാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം. ദി ഹൈറ്റ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 30%. വാട്ട് ക്യാൻ ബി ദി മാക്സിമം പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദി ലെങ്ത് ഓഫ് ദി ബേസ് സോ ദാറ്റ് ഇൻക്രീസ് ഇൻ ദി ഏരിയ ഈസ് റെസ്ട്രിക്റ്റഡ് ടു മാക്സിമം 90%. ഓക്കെ, കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ കളികൾ എന്താണ്? ഹൈറ്റ് തന്നിട്ടുണ്ട്, പിന്നെ അതേപോലെ ഏരിയൻ്റെ ഇൻക്രീസും തന്നിട്ടുണ്ട്. ഏരിയ ഉണ്ട്. അപ്പോൾ അതേപോലെ വേറെ എന്താ ചോദിച്ചേ? വാട്ട് ക്യാൻ ബി ദി മാക്സിമം ഇൻക്രീസ് ഇൻ ദി ലെങ്ത് ഓഫ് ബേസും തന്നിട്ടുണ്ട്. അപ്പം പറയുന്നത് എത്ര ഉള്ളൂ? ക്വസ്റ്റ്യൻ എത്ര ഉള്ളൂ? ഹൈറ്റ് എത്ര ശതമാനം കൂടുന്നുണ്ട് മക്കളെ? 30% കൂടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏരിയ 90% കൂടാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് ബേസിൻ്റെ ലെങ്ത്ത് എത്ര ശതമാനമാണ് കൂടേണ്ടത് എന്നൊരു ചോദ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഏരിയയും ഹൈറ്റും ബേസും ഒക്കെ ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താണ്? ഇതൊരു ട്രയാങ്കിളാണ്. ട്രയാങ്കിളിൻ്റെ ഏരിയയ്ക്ക് ഒരു ഫോർമുല ഉണ്ട്. എന്താണ്? ചില ആൾക്കാർക്കൊക്കെ അറിയാൻ മതിയായിരിക്കും, അറിയാത്ത ആൾക്കാർ നോട്ട് ചെയ്ത് വെക്കുക. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റാണ്. ഓക്കെ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇതാണെന്ത്? ഏരിയ എന്ന് പറയുന്നത്. മക്കളെ നോക്കടാ, അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്.
ഇവിടെ പറയുന്ന കാര്യം ഏരിയ നമ്മളിപ്പോൾ ഇതേ ചോദ്യം ഇങ്ങനെയാണ് ചോദിച്ചതെന്നിരിക്കാം. ഹാഫിൻ്റെ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇതേ ചോദ്യം ഇങ്ങനെയാണ് ചോദിച്ചതെന്നിരിക്കാം. അതായത് ബേസ് ഇത്ര ശതമാനം കൂടി ഹൈറ്റ് ഇത്ര ശതമാനം കൂടി, അങ്ങനെയാണെങ്കിൽ ഏരിയ എത്ര ശതമാനം കൂടുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യും. എങ്ങനെ മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് അതേപോലെ ചെയ്യുമായിരുന്നു. അവിടെ L ഇൻറ്റു V ആണ്. ഇവിടെ എന്താണ് ഹാഫ് പിന്നെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹാഫ് പിന്നെ നമ്പറാണ്, മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബേസ് ഇത്ര ശതമാനം കൂടുന്നുണ്ട്, ഹൈറ്റ് ഇത്ര ശതമാനം കൂടുന്നുണ്ടെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് ചെയ്യും. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഹൈറ്റ് ഇത്ര ശതമാനം കൂടുണ്ടെന്ന് തന്നു, പക്ഷേ ഏരിയ എന്താ പറയുക ബേസ് എത്ര ശതമാനം കൂടുന്നുള്ളത് തന്നില്ല. അതിൻ്റെ പകരം എന്ത് ചെയ്തു, ഏരിയ എത്ര ശതമാനം കൂടുന്നുള്ളത് തന്നു. അപ്പോൾ ചെയ്യുന്നതൊക്കെ ഒരേപോലെ തന്നെയാണ്, ചെറിയൊരു മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്ന് കാണിച്ചു തരാം എങ്ങനെ വരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കണം, ചെയ്യുന്നതൊക്കെ ഒരേപോലെ തന്നെ. ആദ്യം ബേസ് എത്ര ശതമാനം കൂടുന്നത് എനിക്കറിയില്ല, അവിടെ നിൽക്കട്ടെ, തൽക്കാലം നിൽക്കട്ടെ. അപ്പോൾ 100 ഉണ്ടായിരുന്നു ആദ്യം, തുടക്കത്തിലുണ്ടായിരുന്ന ഏരിയ എന്താണ് 100 ആയിരുന്നു. അപ്പോൾ അത് ഹൈറ്റ് എത്ര ഉണ്ടായിരുന്നു, 30% കൂടി. ഹൈറ്റ് 30% കൂടി എന്ന് പറഞ്ഞാൽ 30% ഇൻക്രീസ് വന്നത് കാരണം എന്തായിട്ട് മാറി, ഹൈറ്റ് കൂടിയത് കാരണം എന്തായിട്ട് മാറി, ഇവിടെ എന്തായിട്ട് മാറി, +30 130 മാറി. പിന്നെ ബേസ് എത്രയോ കൂടി, അത് കാരണം ഏരിയ വീണ്ടും കൂടുമല്ലോ. ആ ഏരിയ കൂടുന്ന മാക്സിമം 90% കൂടാൻ പറ്റുള്ളൂ എന്നുള്ളത്. മാക്സിമം 90% കൂടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, 90% ആണ് കൂടുന്നത്. അതായത് 100 എന്നുള്ളത് ഫൈനലി എന്തായിട്ടാണ് വരുന്നത്, ഉത്തരം എന്തായിട്ടാണ് വരുന്നത്, 190 ആവുന്നത്. അല്ലടാ, തുടക്കത്തിൽ 100 ഉണ്ടായത്, അവസാനം 190 എന്നാലല്ലേ 90% കൂടുന്നുള്ളൂ. അത് 130 നിന്ന് 190 എത്തുക എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ച് എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ആ പെർസെൻറ്റേജ് ചേഞ്ച് ആര് കാരണമാണ് വരുന്നത്, ബേസ് കൂടുന്നത് കാരണമായിട്ടായിരിക്കും വരിക. അപ്പം നോക്കണം, 130 നിന്ന് 190 എന്ന് പറയുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ച് എങ്ങനെ എന്താണ്, 60 ഡിവൈഡഡ് ബൈ, മനസ്സിലായില്ലേ, 60 വന്ന് അബ്സല്യൂട്ട് ചേഞ്ച് ഡിവൈഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി ഇൻറ്റു 100. 0 വെട്ടിപ്പോവും. ബാക്കി ആരുണ്ടാവും, 6 × 100 എന്ന് പറയുമ്പോൾ 600 ഡിവൈഡ് ബൈ 13 എന്ന് വരും. ഓക്കെ, 600 ഡിവൈഡ് ബൈ 13. 600 ഡിവൈഡ് ബൈ 13 എന്താ വെച്ചാൽ എനിക്കറിയില്ല, ചെയ്ത് നോക്കണം അല്ലേ, ചെയ്ത് നോക്കാം. 600 ഡിവൈഡ് ബൈ 13 എന്ന് പറയുമ്പോൾ 4 കൊടുക്കും അല്ലേ, 4 × 13 42. 5 കൊടുത്താലോ, 5 കൊടുത്താൽ പ്രശ്നമുണ്ടോ, 65 ആയി പോകും. അപ്പോൾ 4 തന്നെ. അപ്പോൾ 40 സംതിങ് ആയിട്ടുള്ളൊരു ഉത്തരമാണ്. ഓപ്ഷൻ ഏതാണ്, 46.15 ആണ്. ഓക്കെ, അത് ചെയ്ത് നോക്കിയാൽ മതി. 46.15 ആണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു കാര്യം. അതായത് ബേസ് 46.5% കൂടുന്നത് കാരണം, 46.15% കൂടുന്നത് കാരണം എന്തായിട്ട് മാറി, ഇവിടെ ഒരു +60 വന്നു. അങ്ങനെയാണ് എന്തായിട്ട് മാറിയത്, 198 വന്നു. അപ്പോൾ അത് നമ്മൾ ചോദിച്ചില്ല, നമ്മൾ ബേസ് എത്രയാണ് കൂടുന്നതെന്ന് ചോദിച്ചാൽ 46.15% ആണ്. അപ്പോൾ ഇങ്ങനെ വേണം ഈ ഒരു സംഭവം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഒന്നുമില്ല, നേരത്തെ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ എന്ത് ചെയ്തു, ആ ഉത്തരം ആദ്യം തന്നു, എന്നിട്ട് അതിനനുസരിച്ച് മറ്റെത്ര കൂടുന്നുണ്ടെന്നുള്ളത് ചോദിച്ചു. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ആ ലോജിക്ക് തന്നെയാണ്, നേരെ തിരിച്ച് പറയുന്നുണ്ടെന്നുള്ളൊരു കാര്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മിനിറ്റ്. ഓക്കെ, ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ റൂം ഇൻ ദി ഷേപ്പ് ഓഫ് എ ക്യൂബേർഡ് ആർ ഇൻക്രീസ്ഡ്. ഓക്കെ, ഒക്കെ തന്നെയാണ്, PCG തന്നെയാണ്, എല്ലാം PCG തന്നെയാണ്. അപ്പോൾ ഒരു റൂമുണ്ട്, ആ റൂം എന്താണ്, ക്യൂബേർഡാണ്. ക്യൂബേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യൂബേർഡ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കുക, ക്യൂബേർഡ് ഒരു സാധനം. അപ്പോൾ നമ്മളെ ഫോണൊക്കെ ഒരു ക്യൂബേർഡാണ്. ഒക്കെ ഒരു ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഉള്ളൊരു സാധനം. അപ്പോൾ വേണമെങ്കിൽ ഞാൻ വരച്ച് കാണിച്ചു തരാം. നോക്കടാ, ഇതാണെന്ത്, ക്യൂബോയിഡ്. നോക്ക്, ഇതാണ് ക്യൂബോയിഡ്. അപ്പോൾ ഈ ഒരു ക്യൂബോയിഡിൽ നമുക്ക് ലെങ്ത്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. തന്നില്ല, അതിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണെന്നുള്ള മനസ്സിലാക്കേണ്ട കാര്യം. വോളിയത്തിൻ്റെ ഫോർമുല എന്താണ്, വോളിയത്തിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇതിൽ ഓരോന്നും 10%, 20%, 50% വെച്ച് കൂടാണ്. ഇയാളെത്ര കൂടുന്നുണ്ട്, 10%. ഇയാളെത്ര കൂടുന്നുണ്ട്, 20%. ഇത്ര കൂടുന്നുണ്ട്, 50%. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇൻക്രീസ് എത്ര എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. ആദ്യം എന്താണ്, PCG പ്രകാരം തുടക്കത്തിൽ എന്താണ്, 100 ആണ്. അപ്പോൾ 100 10% കൂടി എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും, +10 110 ആവും. ഓക്കെ, ഇനി അത് 20% കൂടി എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും, 20% കൂടി എന്ന് പറയുമ്പോൾ 110ൻ്റെ 20% അല്ലേ, എത്രയാണ്, 22.
ചെയ്ത് നോക്കുക കേട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ലായിരിക്കും. 132. അപ്പോൾ അത് കഴിഞ്ഞോ? ഇല്ല. ആദ്യം 10 കൂടി, ലെങ്ത്ത് 10 കൂടി, ബ്രെഡ്ത്ത് 20 കൂടി, അത് കഴിഞ്ഞതിന് ശേഷം ഹൈറ്റ് എന്ത് കൂടാണ്? 50% വെച്ച് വീണ്ടും കൂടുകയാണ്. 50% വെച്ച് കൂടുക എന്ന് പറയുമ്പോൾ 132ൻ്റെ 50%. അപ്പോൾ 60 എത്ര വരിക? 66 അല്ലേ? +66. അപ്പോൾ എന്തായിട്ട് വരും? 198 എന്ന് വരും. അതായത് 100 തുടക്കത്തിലുണ്ടായിരുന്നത് 198 എന്ന് പറഞ്ഞാൽ 98% അവിടെ ഉണ്ടാകുന്ന ഇൻക്രീസ്. ഓക്കെ, കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. ദി സാലറി ഓഫ് അജയ് ഈസ് 10% മോർ ദാൻ വിവേക്. ഫൈൻഡ് ബൈ വാട്ട് പെർസെൻറ്റേജ് ഈസ് ദി സാലറി ഓഫ് വിവേക് ലെസ് ദാൻ ദാറ്റ് ഓഫ് അജയ്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതൊക്കെ PCയിൽ ഡിസ്കസ് ചെയ്ത സാധനമാണ്. A to B, B to A എന്നുള്ളൊരു സംഭവം. അതായത് ആദ്യം 100 എക്ക് ഉണ്ടായത്. അതിനേക്കാൾ അജയിൻ്റെ കാര്യം അല്ലേ? അജയ് ഈസ് 10% മോർ ദാൻ വിവേക്. അജയിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ വിവേകിൻ്റെ സാലറിയേക്കാൾ 10% കൂടുതലാണ്. അതായത് വിവേകിൻ്റെ സാലറി ഞാനിപ്പോൾ ഒരു 100 ആക്കി എടുക്കുകയാണെങ്കിൽ അജയിൻ്റെ സാലറി എത്രയാണ്? ഇതിനേക്കാളും 10% കൂടുതലാണ്. ഓക്കെ, 10% കൂടുതലാണ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? 100ൻ്റെ 10% എത്ര നോക്കാം. എത്ര? 10 അല്ലേ? അപ്പം 110. ഓക്കെ, വീണ്ടും 110ൻ്റെ 100നെക്കാളും 10% കൂടുതലാണ് 110. ചോദ്യം എന്താ വെച്ചാൽ അജയിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ വിവേകിൻ്റെ സാലറിയേക്കാൾ 10% കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ബൈ വാട്ട് പെർസെൻറ്റേജ് വിവേകിൻ്റെ സാലറി അജയിൻ്റെ സാലറിയേക്കാൾ കുറവാണ്. അതായത് ഈ അജയിൻ്റെ സാലറി വിവേകിൻ്റെ സാലറി അജയിൻ്റെ സാലറിയേക്കാൾ എത്ര കുറവാണ്? ഇവൻ്റെ സാലറി ഇവൻ്റെ സാലറിയേക്കാൾ എത്ര കുറവാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാൻ അവിടെ മുൻപ് ഡിസ്കസ് ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 110 നിന്ന് 100 വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണെന്നുള്ളത് സിമ്പിൾ അല്ലേ? രണ്ടാമത് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഫോർമുല ഉണ്ട്. പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാൻ എന്താ ഫോർമുല? അബ്സല്യൂട്ട് ചേഞ്ച്. അതായത് അബ്സല്യൂട്ട് ചേഞ്ച് എന്ന് പറഞ്ഞാൽ 10 ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി. ഒറിജിനൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ 110 × 100. അതായത് ഇതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും ക്യാൻസലായി പോകും. ബാക്കി എന്തുണ്ടാവും? 100/11. 100/11 എന്ന് പറയുന്ന സമയത്ത് 9.0 ആയിരുന്നു. ചെയ്ത് നോക്കിയാൽ മതി. 9.0. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. കാരണം നമ്മൾ നല്ല ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തിട്ടിരിക്കുന്നത്. പല ക്വസ്റ്റ്യൻസ് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത പാർട്ടിലായാലും അത് കഴിഞ്ഞിട്ടുള്ള പാർട്ടിലായാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഈ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കാം.